ഹലോ അസ്സാം വലൈക്കും. ഞാനിപ്പോൾ സൗദി അറേബ്യയിലാണ്. ഇവിടുത്തെ സൗദി അറേബ്യയിലെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ വ്ളോഗ്സിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് കുറച്ചായി. അപ്പോൾ ഞങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് എടുക്കാമെന്ന് തീരുമാനിച്ചു. സോ ഈ വ്ളോഗിൽ അപ്പാർട്ട്മെൻറ്റ് ഹണ്ടിങ്ങും അതുപോലെ പാക്കിങ്ങും ഷിഫ്റ്റിങ്ങും പുതിയ ഫ്ലാറ്റിലെ ക്ലീനിങ്ങും ഒക്കെ ആയിരിക്കും. അങ്ങനെ കുറച്ച് ദിവസത്തെ വിശേഷങ്ങളായിരിക്കും ഈ ഒരു വ്ളോഗിൽ ഉണ്ടാവുക. അതുപോലെ ഇവിടെ നമുക്ക് ഫ്ലാറ്റ് കിട്ടാൻ കുറച്ചധികം ടാസ്ക്കാണ്. നല്ല വെളിച്ചവും അതുപോലെ നല്ല ഫ്ലാറ്റ് കിട്ടാനും ലിഫ്റ്റും ഒക്കെയുള്ള ഫ്ലാറ്റ് അഫോർഡബിൾ റേഞ്ചിൽ കിട്ടാൻ കുറച്ച് നല്ല പണിയാണ്. അപ്പോൾ നമ്മൾ കുറേ ഫ്ലാറ്റ്സ് നോക്കിയിട്ടുണ്ടായി. ഞാൻ എല്ലാം ഒന്നും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്തുള്ളൊരു പാർക്കാണ്. ഞാൻ വൈകിട്ട് ഇങ്ങോട്ട് നടക്കാനായിട്ട് ഇറങ്ങാറുണ്ട്. ഇവിടെ ഫാമിലീസും കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇത്രയും നാൾ നാട്ടിലായിരുന്നു എനിക്ക് സൗദി അറേബ്യ എപ്പോഴും എക്സ്പെൻസീവ് ആയിട്ട് തന്നെ തോന്നിയിരിക്കുന്നത്. ഈ നാരങ്ങ വെള്ളത്തിന് ഒരെണ്ണത്തിന് 11 റിയാലാണ്, വിച്ച് മീൻസ് നാട്ടിലൊരു 253 രൂപ. സോ എന്തൊക്കെ വന്നാലും ഞാനിപ്പോഴും കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എക്സ്പെൻസീവ് ആയിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ നമ്മൾ റൂം ഷിഫ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ നമ്മൾ റൂംസ് നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായി. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പാക്ക് ചെയ്യുന്നുണ്ടായി. ഇത് നമ്മൾ കണ്ടൊരു റൂമായിരുന്നു. അവിടെ പെയിൻറ്റിങ്ങും അങ്ങനത്തെ ചെറിയ വർക്ക്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഫൈനലി നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് ഇഷ്ടമായി. അവിടെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 2034 ഫിഫ വേൾഡ് കപ്പ് സൗദി ഹോസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കാണാൻ പോയിണ്ടായി. അതിനോടനുബന്ധിച്ച് വെച്ചേക്കുന്ന ഫുട്ബോളൊക്കെയാണിത്. സോ രാത്രി നമ്മൾ അതൊക്കെ ചുറ്റിക്കറങ്ങി കാണുന്നുണ്ടായി. നല്ല ഭംഗിയുണ്ടായി. പിന്നെ വീണ്ടും നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് പാക്കിംഗ് തന്നെയായിരുന്നു. ഓരോ സംഭവങ്ങളും കാർഡ്ബോർഡ് ബോക്സിലും ബാഗിലും കൂട്ടിലൊക്കെ എടുത്തിട്ട് ഫുൾ പാക്ക് ചെയ്ത് ഒട്ടിച്ചൊക്കെ വെച്ചാൽ എന്നാലും നമുക്ക് ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അതൊക്കെ തന്നെയായിരുന്നു മിക്ക ദിവസത്തെ രാത്രിത്തെ പണി. പാക്കിങ്ങിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് ഇതേ ഇപ്പോൾ ഷിഫ്റ്റിംഗ് ആയിട്ടുണ്ട്. ഷിഫ്റ്റിംഗ് ഏകദേശം രാത്രി 8 മണിക്ക് തുടങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ 2 മണിയായി തീർന്നപ്പോൾ ഇതാണിപ്പോൾ വീടിൻ്റെ അവസ്ഥ. ഫുൾ കുമ്മിഞ്ഞോടി കിടക്കുകയാണ്. പിന്നെ ഈ വീഡിയോ ക്ലിപ്സൊക്കെ എടുക്കണത് എന്തിനാണെന്ന് വെച്ചാൽ പിന്നീട് നോക്കുമ്പോൾ എനിക്ക് തന്നെ ഇത് വലിയൊരു മെമ്മറി ആയിരിക്കും അല്ലേ. പിന്നെ നമ്മൾ രാവിലെ എണീച്ചിട്ട് പാല് കാച്ചലാണ് ഉണ്ടായിരുന്നത്. ഞാനും കഥായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പം പാല് കാച്ചി നമുക്കിങ്ങനെ പാല് തിളച്ച് പോകണം അങ്ങനെയില്ല. പാല് തിളയ്ക്കുമ്പോൾ അതിലേക്ക് ചായപ്പൊടി ഇട്ടിട്ട് പാൽ ചായ ആക്കും. അത് ബ്രേക്ക്ഫാസ്റ്റിനിപ്പം കുടിക്കും. അങ്ങനെയാണ് എൻ്റെ വീട്ടിലൊക്കെ. സോ നമ്മളും അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്തേക്കുന്നത്. അപ്പോൾ പാല് കാച്ചൽ കഴിഞ്ഞു. വീടിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെയും ക്ലീൻ ആക്കാനുണ്ട്. അതുപോലെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. സോ ഫുഡാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലേ. അപ്പോൾ ഞാൻ ചപ്പാത്തിയും സോയാബീൻ്റെ കറിയും ഉണ്ടാക്കാമെന്ന് ഓർത്തു. ഞാനായിട്ട് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ച് ഉണ്ടാക്കുന്ന ഫസ്റ്റ് ടൈമാണ്. നമ്മൾ പേരൻസിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴൊക്കെ അല്ലേ ഇങ്ങനെ സംഭവങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ട സാഹചര്യങ്ങൾ കൂടുന്നത്. സോ ഞാനിങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ട് എൻ്റേതായിട്ടുള്ള മെഷർമെൻറ്റ്സിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒന്നെങ്കിൽ സക്സസ് ആവും അല്ലെങ്കിൽ ഫെയിലാവും. ഫെയിലാവുകയാണെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യും, അങ്ങനെ സക്സസ് ആവും. അങ്ങനെ തന്നെ ലൈഫ് മുമ്പോട്ട് പോകും. പിന്നെ ഞാൻ ഈ ഉണ്ടാക്കുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയപ്പോൾ പിന്നെ വീഡിയോസ് എടുക്കാനൊക്കെ മറന്നു പോയിട്ടോ. പിന്നെ ടേബിളൊക്കെ സെറ്റാക്കി ഞാനവിടെ കുറച്ച് ഡെക്കോർ പീസസ് ഒക്കെ വെച്ചിട്ടുണ്ട്, നമ്മുടെ ഫ്രെയിംസൊക്കെ. ഇനി എനിക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങാനുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് സന്തോഷമുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു. സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.